കുന്ദേലിയുടെ ധീരത. ചമ്പകവനം സുന്ദരവനത്തിന്റെ അയൽക്കാടായിരുന്നു. മനോഹരമായ സോൻ നദി ചമ്പകവനത്തിലൂടെ ഒഴുകി കഴിഞ്ഞ ശേഷമാണ് സുന്ദരവനത്തിലേക്ക് കടക്കുന്നത്. രണ്ട് വനങ്ങളിലെ ജീവികളുടെ പൊതുസ്വത്തും ഐക്യത്തിന്റെ അടയാളവുമായിരുന്നു സോൻ നദി. സോൻ പുഴ ഉത്ഭവിച്ച കാലം തൊട്ടേ ഈ രണ്ട് കാടുകളിലെ ജീവികൾക്കും അന്യോന്യം നല്ലൊരു മൈത്രിഭാവം ഉണ്ടായിരുന്നിരിക്കാം. ഏത് കാട്ടിലും ഉത്സവമുണ്ടായാലും അടുത്ത കാട്ടിലെ സകല ജീവികളെയും വിളിച്ച് സൽക്കരിക്കുമായിരുന്നു. കാലങ്ങൾ അങ്ങനെ മാറി മറഞ്ഞു. ഇപ്പോൾ ചമ്പകവനത്തിലെ രാജാവ് ഒരു സിംഹമാണ്. എന്നാൽ സുന്ദരവനത്തിലോ ബഗീറ എന്ന കടുവയായിരുന്നു ഭരിച്ചിരുന്നത്. ചമ്പകവനത്തിലെ രാജാവ് സിംഹം തന്റെ പൂർവികരെ പോലെയല്ലായിരുന്നു. സുന്ദരവനം ഭരിക്കുന്നത് ഒരു കടുവയാണ്. ഇതുകൊണ്ട് അവിടുത്തെ സിംഹങ്ങൾക്ക് ലജ്ജ തോന്നില്ലേ? അപമാനം. മഹാരാജാവേ, സുന്ദരവനത്തിൽ ഒരു സിംഹവുമില്ല. വർഷങ്ങളായി അവിടെ കടുവകളാണ് രാജ്യം ഭരിക്കുന്നത്. എന്ത്? സുന്ദരവനത്തിൽ സിംഹങ്ങളില്ലേ? അതിന്റെ അർത്ഥം അവിടുത്തെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുക എന്നല്ലേ? കടുവകൾ ഒരിക്കലും കാട്ടിലെ രാജാവാകാൻ പാടില്ല. ഞാൻ ആകാൻ സമ്മതിക്കില്ല. മഹാരാജാവിന് അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ വർഷങ്ങളായി കടുവകളാണ് രാജ്യം ഭരിക്കുന്നത് രാജാവേ. നമ്മുടെ സൈന്യത്തിന് നമ്മുടെ ഉത്തരവ് അറിയിക്കൂ. സുന്ദരവനത്തെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് ഉടൻ തുടങ്ങണം. ഞാൻ അവിടുത്തെ സിംഹാസനത്തിലിരിക്കും. സുന്ദരവനത്തെ നമ്മുടെ കാടിനൊപ്പം ചേർത്ത് ചമ്പകവനത്തിന്റെ വിസ്തൃതി കൂട്ടും. ഉടനെ തന്നെ കരടി മഹാരാജാവിന്റെ ആജ്ഞ അനുസരിച്ച് കാട്ടിലെ ജീവികളോടെല്ലാം ഈ കാര്യം അറിയിച്ചു. നമ്മുടെ സിംഹരാജാവ് ചെയ്യുന്നതൊന്നും ശരിയല്ല. ചമ്പകവനത്തിലെ എല്ലാവരും സമാധാനത്തോടെയല്ലേ ജീവിക്കുന്നത്? എന്തിനാ വെറുതെ യുദ്ധമെല്ലാം ചെയ്ത് ആ സമാധാനം നശിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വാർത്ത സുന്ദരവനത്തിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേ പറ്റൂ. ധോലുകുരങ്ങൻ അന്ന് രാത്രി തന്നെ ആരോടും പറയാതെ മരക്കിളകളിൽ ചാടി അതിർത്തി കടന്ന് സുന്ദരവനത്തിലെ മന്ത്രിയെ പോയി കണ്ടു. മഹാമന്ത്രി, നിങ്ങളുടെ രാജാവിനുള്ള ഒരു രഹസ്യ സന്ദേശമാണിത്. എനിക്കത് മഹാരാജാവിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നെ രാജാവിന്റെ അടുത്ത് കൊണ്ടുപോകണം. ധോലുവിന്റെ വാക്കുകൾ കേട്ട മന്ത്രി കുറുക്കെത്തി അവനെയും കൊണ്ട് ബഗീറയുടെ രാജഗുഹയിലെത്തി. അവർ അവിടെ എത്തിയ സമയത്ത് ബഗീറ മഹാരാജാവ് വിശ്രമിക്കുകയായിരുന്നു. ബഗീറയെ കണ്ട ധോലുകുരങ്ങൻ ഒന്ന് പേടിച്ചു. പക്ഷേ ധൈര്യം സംഭരിച്ച് അവൻ ബഗീറ കടുവയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. രാജാവേ, മഹാരാജാവേ, ഒന്ന് എണീക്ക്. കുറേ സമയം ധോലുകുരങ്ങൻ കടുവയെ ഉണർത്താനായി പരിശ്രമിച്ചതിന്റെ ഫലമായി കടുവ എഴുന്നേറ്റിരുന്നു. ആരാണ് നീ? ഈ അർദ്ധരാത്രിയിൽ എന്റെ രാജഗുഹയിൽ നീ എന്താണ് ചെയ്യുന്നത്? നീ എന്റെ പ്രജയല്ലല്ലോ. മഹാരാജാവേ, ഞാൻ ചമ്പകവനത്തിലെ കുരങ്ങനാണ്. ഇന്ന് ഞാനൊരു രഹസ്യ ദൂതുമായാണ് വന്നത്. ഞാൻ അങ്ങയോടൊരു പ്രധാനമായ സന്ദേശം അറിയിക്കാനാണ് ഇവിടെ വന്നത്. എന്താണ് കാര്യം? പെട്ടെന്ന് പറയണം. മഹാരാജാവേ, ഞങ്ങളുടെ ചമ്പകവനത്തിൽ പഴയ രാജാവ് സിംഹത്തിന്റെ മോൻ സിംഹരാജാവാണ് ഞങ്ങളുടെ കാട് ഭരിക്കുന്നത്. ഞങ്ങളുടെ പഴയ രാജാക്കന്മാരെ പോലെ ഇദ്ദേഹം സമാധാനപ്രിയനല്ല. ചമ്പകവനത്തിനോടൊപ്പം സുന്ദരവനത്തെയും ചേർക്കണമെന്നാണ് സിംഹരാജാവിന്റെ ആഗ്രഹം. പെട്ടെന്ന് തന്നെ സുന്ദരവനത്തെ അറ്റാക്ക് ചെയ്യാനാണ് സിംഹം തീരുമാനിച്ചിരിക്കുന്നത്. നീ ചമ്പകവനത്തിലെ പ്രജയല്ലേ? പിന്നെ എന്തിനാണ് ഈ സന്ദേശം എനിക്കിപ്പോ എത്തിച്ചു തന്നത്? നിനക്ക് നിന്റെ രാജാവിനോട് കൂറില്ലേ? മഹാരാജാവേ, ഞങ്ങൾ ചമ്പകവന വാസികൾക്ക് സുന്ദരവനത്തെ ആക്രമിക്കുന്നതിനോട് ഒരു താല്പര്യവുമില്ല. കാടുകൾ തമ്മിൽ ശത്രുത വേണോ രാജാവേ? യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ലല്ലോ. ഈ സന്ദേശം എത്തിച്ചതിന് നിനക്ക് നന്ദിയുണ്ട്. പക്ഷേ നിന്റെ ജീവിതം അപകടത്തിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാര്യം സിംഹരാജാവ് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു രാജദ്രോഹിയായി മാറും. നിന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കും. നിങ്ങൾ തന്നെ പറഞ്ഞൊരു രാജാവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്റെ കാട്ടിൽ താമസിച്ചോളൂ. നീ ഇവിടെ സുരക്ഷിതനാണ്. നിനക്ക് ഈ കാട്ടിൽ ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. ധോലുകുരങ്ങന്റെ സന്ദേശം മാനിച്ച് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷം അവരെ അതിർത്തികളിലേക്ക് പറഞ്ഞയച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇനി എത്ര പേരെ ചേർത്താലും നമ്മുടെ സൈന്യബലം കുറവ് തന്നെയാണ്. ഒരുപക്ഷെ സുന്ദരവനത്തെ സിംഹരാജാവ് ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ വിജയസാധ്യത വളരെ കുറവാണ്. ചമ്പകവനത്തിൽ സിംഹങ്ങളുടെയും കടുവകളുടെയും വലിയൊരു സൈന്യമുണ്ട്. ആ മഹാസൈന്യത്തിന്റെ മുമ്പിൽ സുന്ദരവനത്തെ സൈന്യം ബലഹീനമാണ്. നമ്മുടെ സുന്ദരവനത്തിലെ സൈന്യത്തിന്റെ മനോബലത്തെ നിർവീര്യമാക്കരുത് മഹാരാജാവേ. ഇവിടെ താരതമ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യമെന്തിരിക്കുന്നു? ഇവിടെയുള്ളവർക്ക് സുന്ദരവനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനുള്ള മനസ്സുണ്ട്. എനിക്കറിയാം. നിങ്ങളെപ്പോലെയുള്ള വീരയോദ്ധാക്കളുടെ ദേശഭക്തിയെ ഞാൻ ഒരിക്കലും സംശയിക്കില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് യുദ്ധത്തിനോട് ഒരു താല്പര്യവുമില്ല. വെറുതെ നമ്മുടെ ധീര യോദ്ധാക്കളുടെ രക്തമൊഴുക്കാൻ എനിക്ക് താല്പര്യമില്ല. എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നിങ്ങളെല്ലാം ഈ യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഈ യുദ്ധം ആർക്കും നിർത്താനാവില്ല.
അടുത്ത ദിവസം സിംഹരാജാവ് തന്റെ ഒരു പ്രജയുടെ വശം കടുവയ്ക്കുള്ള ഒരു സന്ദേശം കൊടുത്തുവിട്ടു. ആ കത്തിൽ, ബഗീറ, ഒരു കാടിന്റെ രാജാവ് എപ്പോഴും സിംഹമാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിന്റെ വനം എന്നെ ഏൽപ്പിച്ച് ജീവനും കൊണ്ട് ഓടിപ്പോയിക്കൊള്ളൂ. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെങ്കിൽ നാളെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ സുന്ദരവനം ആക്രമിച്ചിരിക്കും. കാര്യങ്ങൾ വ്യക്തമായല്ലോ? സന്ദേശകത്തിൽ എന്താണോ എഴുതിയത് അത് തന്നെ സംഭവിച്ചു. പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുമ്പ് തന്നെ സിംഹരാജാവ് സുന്ദരവനം ആക്രമിച്ചു. ഒരു ദിവസം മുഴുവനും സുന്ദരവനവും ചമ്പകവനവും യുദ്ധത്തിലേർപ്പെട്ടു. സന്ധ്യയായപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച ശേഷം സിംഹരാജാവ് തന്റെ സൈനികരോട് പറഞ്ഞു, കടുവയുടെ സൈന്യം അംഗബലത്തിൽ കുറവാണെങ്കിലും മനോബലത്തിൽ ശക്തരാണ്. ഇങ്ങനെ യുദ്ധം ചെയ്ത് നമുക്ക് ആ കടുവയെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം. ഈ യുദ്ധത്തിന് പകരം സുന്ദരവനത്തെ നമ്മൾ ബുദ്ധി കൊണ്ടാണ് തോൽപ്പിക്കേണ്ടത്. മന്ത്രി, നമ്മുടെ വനത്തിൽ ഉദ്ഭവിച്ച സോൻ നദി സുന്ദരവനത്തിൽ കടക്കുന്നതിന് മുമ്പ് തടയണ കെട്ടണം. അങ്ങനെ പുഴയുടെ ഒഴുക്ക് തടയണം. നമുക്ക് കാണാലോ എത്ര ദിവസം ജലമില്ലാതെ ആ സുന്ദരവനം ജീവിക്കുമെന്ന്. പക്ഷേ രാജാവേ, സോൻപുഴ എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ പുഴയെ എങ്ങനെ നമ്മൾ തടയും? ഇടോ മന്ത്രിക്കരടി, ഈ കാട്ടിൽ ഞാൻ വെച്ചത് മാത്രമാണ് ചട്ടം. ഞാൻ എന്തു പറയുന്നോ അത് അനുസരിക്കൽ മാത്രമാണ് നിന്റെ ജോലി. യുദ്ധത്തിൽ കൊല്ലുന്നത് ധർമ്മമെങ്കിൽ ശത്രുവിന് വെള്ളം കൊടുക്കാതിരിക്കുന്നത് മാത്രം എങ്ങനെയാണ് തെറ്റാവുന്നത്? രാജാവേ, സോൻപുഴയ്ക്ക് നമ്മളിവിടെ തടയണ കെട്ടിക്കഴിഞ്ഞാലേ സുന്ദരവനം ദാഹിച്ചു മരിക്കും. വെള്ളമില്ലാതെ എത്ര ദിവസം അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റും? നീ പറഞ്ഞത് ശരിയാണ് കുറുക്കത്തി. ഇവിടെ വെള്ളമാണ് നമ്മുടെ ആയുധം. നീ നോക്കിക്കോ, ആ ബഗീരക്കടുവ 2 ദിവസത്തിനുള്ളിൽ എന്റെ മുമ്പിൽ വന്ന് തലകുനിച്ചു നിൽക്കും. സിംഹരാജാവിന്റെ ഉത്തരവനുസരിച്ച് ചമ്പകവാസികൾ പുഴ തടയാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നദിയുടെ കുറുകെ അണ കെട്ടാൻ തുടങ്ങി. സകല മൃഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അണകെട്ടി പുഴയെ തടഞ്ഞു. സുന്ദരവനത്തിലേക്കുള്ള സോൻ നദിയുടെ ഒഴുക്ക് നിന്നു. പുഴ വരണ്ടുണങ്ങിയതുകൊണ്ട് ദാഹിച്ചു വലഞ്ഞ മൃഗങ്ങൾ കടുവയുടെ അടുത്തെത്തി. അവരുടെ സങ്കടം പറഞ്ഞു. ബഗീര, അല്ലെങ്കിൽ തന്നെ ഈ ചൂട് കൊണ്ട് മൃഗങ്ങളെല്ലാം തളർന്നിരിക്കുകയാണ്. ഇപ്പൊ സോൻ നദിയും വറ്റിക്കഴിഞ്ഞു. എന്തെങ്കിലും ചെയ്യണം. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. ചുണ്ടലിയുടെ വാക്കുകൾ കേട്ട ബഗീറ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ തോൽവി സമ്മതിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ പ്രജകൾ ദാഹം കൊണ്ട് വലഞ്ഞു തിരിയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ തോൽവി സമ്മതിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം രാജാവേ, എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. നമ്മൾ ഭയന്നത് കൊണ്ട് പ്രശ്നം തീരില്ലല്ലോ. എനിക്ക് മറ്റൊരു പോംവഴിയും കണ്ടെത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വല്ല സൂത്രവും അറിയാമെങ്കിൽ പറയൂ. രാജാവേ, നിങ്ങൾ നമ്മുടെ പരാക്രമികളായ ധീര യോദ്ധാക്കളെ ആ ഡാമിന്റെ അടുത്ത് അയക്കണം. എന്നിട്ട് അത് പൊട്ടിക്കാൻ ശ്രമിക്കാൻ പറയണം. ബഗീറയ്ക്ക് ചുണ്ടലി പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ബഗീറ കടുവ യോദ്ധാക്കളോട് തടയണയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. കടുവ യോദ്ധാക്കൾ അവിടേക്ക് പോയി. പക്ഷേ മറുകരയിൽ സിംഹം ഒരു സൈന്യത്തെ തന്നെ അവിടെ വിന്യസിച്ചു നിർത്തിയിരുന്നു. അതിശക്തമായ സുരക്ഷാ സന്നാഹം അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് കടുവ യോദ്ധാക്കൾ തിരിച്ചുപോയി. മഹാരാജാവേ, ഡാം തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ സുരക്ഷ അതിശക്തമാണ് രാജാവേ. യോദ്ധാക്കൾ പറഞ്ഞത് കേട്ട ബഗീറ വല്ലാതെ അസ്വസ്ഥനായി. മഹാരാജാവേ, അങ്ങ് തളർന്നു പോകരുത്. ഞാനിതാ വാക്ക് തരുന്നു. ഞാൻ ആ ഡാം കടിച്ചു പൊട്ടിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ. ഇത്രയും വലിയ യോദ്ധാക്കൾ പോയിട്ട് നടക്കാത്ത കാര്യം കിഴങ്ങ് തുരക്കുന്നത് പോലെയല്ല അണ പൊട്ടിക്കുന്നത്. ആലോചിച്ചാണോ പറയുന്നേ? എടാ ചുണ്ടലിക്കുഞ്ഞാ, നീ എന്താണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്? എന്റെ കുറുക്കത്തി, ആരെ അങ്ങനെ നീ ചെറുതായി കാണരുത്, മനസ്സിലായോ? സൂചി ആയാലും കൊടുവാളായാലും എല്ലാറ്റിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. സൂചി ഉപയോഗിക്കേണ്ട സ്ഥലത്തെ കൊടുവാൾ ഉപയോഗിച്ചാലേ ഒന്നും നടക്കില്ല. നീ എന്താണ് പറയാൻ വരുന്നത്? പറ. ഞാൻ ചെറിയൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മാളമുണ്ടാക്കി ആഴത്തിൽ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരും കാണാതെ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ചുണ്ടലി പറഞ്ഞ പദ്ധതി കേട്ട് ബഗീറയ്ക്ക് സന്തോഷമായി. അതൊക്കെ ശരി. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും നിനക്ക് അവിടെ പോണോ? സുന്ദരവനം എന്റെ ഗൃഹമാണ് രാജാവേ. അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. ചുണ്ടലിയുടെ ധൈര്യപൂർവമായ വാക്കുകൾ കേട്ട ബഗീറ അവനെ ആ ഉദ്യമം ചെയ്യാൻ അനുവദിച്ചു. ചുണ്ടലി മണ്ണിനടിയിൽ മാളങ്ങൾ ഉണ്ടാക്കി ആരും അറിയാതെ അണക്കെട്ട് വരെ എത്തി. അവിടെ എത്തിയ ചുണ്ടലി ആരുടെയും കണ്ണിൽപ്പെടാതെ തന്റെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് അണക്കെട്ടിന്റെ കയറുകൾ ഓരോന്നായി കടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ നീണ്ട കഠിന പ്രയത്നത്തിന്റെ ഫലമായി ആ പാവം ചുണ്ടലി എല്ലാ കയറും പൊട്ടിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ സുന്ദരവനത്തിലേക്ക് സോൻപുഴ വീണ്ടും ഒഴുകി തുടങ്ങി.
കുറച്ചു സമയത്തിനുള്ളിൽ ആ അണക്കെട്ട് പൂർണ്ണമായും തകർന്നു വീണു. അങ്ങനെ സുന്ദരവനത്തിൽ സോൻപുഴയെത്തി. പക്ഷേ നമ്മുടെ കുഞ്ഞു ചുണ്ടലിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. നമ്മൾ എല്ലാവർക്കും ആ ചുണ്ടലിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവന്റെ ജീവൻ തന്നെ ബലി കൊടുത്ത് ഈ സുന്ദരവനത്തെയും ജീവികളെയും അവൻ രക്ഷിച്ചു. എനിക്ക് പേടി തോന്നുന്നു. അണക്കെട്ട് പൊട്ടി വീണപ്പോൾ ആ വെള്ളത്തിന്റെ ഒഴുക്കുകൊണ്ട് അവൻ ഒഴുകിപ്പോയോ? എങ്കിൽ അവൻ ഒരിക്കലും തിരിച്ചു വരില്ല. ചുണ്ടലിയുടെ ധീരതയെ ഈ സുന്ദരവനം ഒരിക്കലും മറക്കില്ല, ഒരിക്കലും. അപ്പോൾ പുഴയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തടിയുടെ മേലിരുന്ന് സുന്ദരവനം നോക്കി വരുന്ന ചുണ്ടലിയെ അവർ കണ്ടു. നോക്കൂ നോക്കൂ, നമ്മുടെ ധീരനായ ചുണ്ടലി ദാ വരുന്നു, കണ്ടോ? ചുണ്ടലി തിരിച്ചു വന്നത് കണ്ട് സുന്ദരവനവാസികളൊക്കെ ആർപ്പ് വിളിച്ച് നൃത്തം ചെയ്ത് അവനെ സ്വീകരിച്ചു.